ഇന്നിപ്പോൾ നമ്മളിതാ നടക്കാനായിക്കാണ്. ഇവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിൽ പോയിപ്പോൾ നമ്മുടെ കൊന്നപ്പൂവിനോട് അനുസ്മരിക്കുന്ന ഒരു പൂവാണ് കൊന്നപ്പൂ. അവിടെയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആഹാരത്തിൻ്റെ കാര്യമാണ് മെയിൻ. നമ്മുടെ കൂട്ടുകാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ ഒരു പാർക്കുണ്ട്. പാർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത്യാവശ്യം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാർക്കാണ്. അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. നമ്മളിന്ന് ഡുൽമലിലാണ് നമ്മുടെ സ്ഥലമല്ലോ. അപ്പോൾ നമ്മൾ ഡുൽമലിലെ സ്ഥലങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വൈൽഡല്ല, അത്യാവശ്യം അനിമൽസൊക്കെ ഉള്ള ഒരു പാർക്ക്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണെന്ന് നമ്മൾ രാവിലെ തന്നെ നല്ല ഏകദേശം ഉച്ചയായി. അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇതാ ഓടുന്നുണ്ട്. ആൾക്കാരൊക്കെ കാണാനൊക്കെ നല്ല രസമുള്ള നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ആൾക്കാർ ക്യാമ്പ് ചെയ്യാനും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ സമ്മർ സീസണാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തണുപ്പുണ്ട് കേട്ടോ. നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയൊരു മൂന്നാർ തണുപ്പ് കുറഞ്ഞുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടെ. അപ്പോഴാണ് ഇവിടുത്തെ വേനൽക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ഥലം ലൊക്കേഷനൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ഇവിടുന്നേ നമുക്ക് കാണാം മാനൊക്കെ ഉണ്ട് കേട്ടോ. മാന് നമുക്ക് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോയേക്കാം. നമ്മളിതാ ഈ ലേക്കിൽ ഒരു കുഞ്ഞു തടാകമാണ്. കുഞ്ഞു താറാവുകളൊക്കെ നീന്തിറക്കുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ച് മീനുകളെ കണ്ടു. നമ്മുടെ നാട്ടിലെ പരലിനോട് സാമ്യമുള്ള സാധനം. പരലാണെന്ന് വെച്ചാൽ പരലല്ല സാധനം. നാട്ടിൽ എന്തോരം മീൻ പിടിച്ചിട്ട് ചുമ്മാ നമ്മുടെ ബ്രാലും ചെറോനും മുഴിയൊക്കെ ആയിട്ട് എന്തോരം മീനുകളെയും വളർത്തി നടന്നുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മീനുകളെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. പക്ഷേ നമുക്കങ്ങനെ വലിയ മീനുകളൊന്നും കാണാൻ കിട്ടിയിട്ടില്ല. കുഞ്ഞു മീനുകൾ ആദ്യമായിട്ടാണ് ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ മീനെ കാണുന്നത്. കുഞ്ഞു മീനുകൾ ജീവനോടുകൂടി. എങ്ങനെയാണെങ്കിലും അത് വലിയ സന്തോഷമായി. ഇനിയും ഇതിൻ്റെ കാഴ്ചകളിൽ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് മുന്നോട്ട് നടക്കാം. ഒരു പ്രത്യേകത വെച്ചാൽ ഇതൊക്കെ അത് കാട്ടുകോഴി ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കായ് നോക്ക് എത്ര ഭംഗിയാന്ന്. പക്ഷെ ഇതിനൊന്നും ആരെയും പേടിയൊന്നുമില്ല കേട്ടോ. അതേപോലെ ഇവിടെ ചുമ്മാ നടക്കുമ്പോൾ ആ മൊയിലുകളൊക്കെ വെറുതെ റോട്ടിൽ കൂടെ ഓടി നടക്കുന്നുണ്ട്. നമ്മുടെ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ചുമ്മാ ഇവിടെ ലോണാണുള്ളതുകൊണ്ട് ലോണിൽ കൂടെ എല്ലാം ചുമ്മാ മീനുകൾക്ക് ഓടി നടക്കുക. ഇവിടെ കുറേ കൊച്ചു ഫുണ്ടകൾ സൈക്കിളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. മരം വെട്ടലും പരിപാടികളൊക്കെയാണ് ഉമ്മാരുടെ പരിപാടി എന്ന് തോന്നുന്നത്. ഇവിടെ എല്ലാവരും പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും കയ്യിൽ പട്ടി ഉണ്ടാവും. പട്ടി മസ്റ്റാണ് അവർക്ക്. ഇതൊക്കെ ഏതാ സാധനം? ജർമ്മൻ ഷെപ്പേർഡാണോ മൽനോസാണോ? അപ്പോൾ വേറെ ലേക്കാണ്. നല്ല ഭംഗിയുള്ള ലേക്കാണ്. ലേക്ക് നോക്കി ഒരു തന്നെ ഇരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആൾക്കാരായിട്ട് നടക്കുന്നുണ്ട്. ചുമ്മാ വലിയൊരു ഇതാട്ടോ. അതോ അയ്യോ എത്ര വലിപ്പമുള്ള താറാവാൻ നോക്കുന്നത്. ഇവിടെയുള്ള എല്ലാ പക്ഷികൾക്കും വലിപ്പം കേട്ടോ. കാരണം അതിൻ്റെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉള്ളൊരു റെസിസ്റ്റൻസ് ആണത്. ഈ വക സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവനെ ഒരെണ്ണത്തിനെ കാണുന്നത് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇത് നമ്മൾ പിന്നെ വളർത്തിയിട്ടൊക്കെ ഉണ്ട്. കാർപ്പൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ വരുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെല്ലാം കണ്ട് കാണാൻ പറ്റുമല്ലോ, നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ കിളി വെള്ളത്തിലാണ് കൂട് കൂട്ടിയേക്കണേ. നമുക്ക് മരമൊക്കെ ആയിട്ട് വന്നിട്ട് ആശാൻ കൂട് കൂട്ടുക. അവരുടെ ഹൗസ് ബോട്ടാണ് കൂട് കൂട്ടി. അപ്പുറം ഇത് അവിടെയൊക്കെ കൂടുകളുണ്ട്. അങ്ങനെ പല സ്ഥലത്തും കൂടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ. ഫുള്ളിങ്ങനെ കാടിക്കൂടെ നമുക്കിതാ ഇങ്ങനെ നടക്കാം. വഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇത് ഇച്ചിരി ഇരുണ്ട സ്ഥലം ആയതുകൊണ്ടാണ് പ്രകാശം വരുന്നില്ല. പ്രകാശം ഒട്ടും താഴേക്കടിക്കുന്നത്. കാരണം മരങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ കാണുന്ന അപ്പുറം വെട്ടം വരുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഫുള്ള് വെയിലും കാര്യങ്ങളുമാണ്. അവിടെ നമ്മൾ ചിലപ്പോൾ ഇതിനൊക്കെ കണ്ടേക്കാം. നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കണ്ട ഏരിയയിൽ എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. നമുക്കിങ്ങനെ ഒരു നിമിഷം കാതോർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കേൾക്കാം. ഒരുപാട് പക്ഷികളുടെ ശബ്ദം കേൾക്കാം. കുറേ എണ്ണം പക്ഷികളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറം സൈഡിലൊക്കെ ആണെങ്കിൽ അനിമൽസ് ആയിരിക്കും. നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് ഇപ്പോൾ നല്ല ഡക്കും ഫിഷും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൂട്ടം മാങ്കൂട്ടം ആൾക്കാർ. ആ മരം എങ്ങനെയാണോ മരത്തിൻ്റെ തണൽ വെയിലിനനുസരിച്ച് അവരവിടെ നിന്ന് കിടക്കുക. ഈ കാട്ടിൽ പോകാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആരും പോകുന്നതും കണ്ടില്ല. അതുകൊണ്ട് നമ്മളൊന്നും കാണാൻ പോയിട്ടില്ല. ഈ സ്ഥലം ഇങ്ങനെ നടക്കുന്ന ഏരിയ നല്ല രസമുള്ള ഏരിയ കേട്ടോ. ഒരുപാട് കിളികളൊക്കെ ഉണ്ട്. അതായത് കൊള്ളാം, രസമാണ്.